നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 823. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 823. 77-ാം സർഗം ഉപാസനാകാന്ഡത്തിലെ ഭൂമി ഗീതം എന്നുള്ള വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 12-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. അതെന്തായിരുന്നു? ഏകഛത്രാധിപതിയാം ഞാനെന്ന ഉൾപ്പൂവിലെത്രയും അഹങ്കരിച്ചു വാണുള്ളോരങ്ങോ മണ്ണിൽ മറിഞ്ഞുപോയി. എത്രയോ ആയിരക്കണക്കിന് ഏകഛത്രാധിപതികളായിട്ട് എന്നെ ഭരിച്ചിരുന്ന ആൾക്കാരൊക്കെ മൺമറഞ്ഞു പോയി, ഞാനിപ്പോഴും ബാക്കിയാണ് എന്നാണ് ഭൂമിദേവി പറഞ്ഞത്. ഇതിലുള്ള ഗുണപാഠം എന്താ? എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ വിട്ടു പോകണം. അപ്പോൾ ആർക്കും ഒരു സ്പർദ്ധതയില്ലാതെ കണ്ട് സാമാന്യമായ രീതിയിൽ പരസ്പര ബഹുമാനത്തോടും ആർദ്രതയോടും സ്നേഹത്തോടും ദയോടും കൂടി ഈ ഭൂമിയിൽ ജീവിച്ചാൽ എല്ലാവിധ ശ്രേയസ്സും നമുക്കുണ്ടാവും. പക്ഷേ അതിന് വിമുഖത കാണിക്കണോ അവർക്ക് നരകം ഫലം. അതാണ് ഈ കഥകളുടെ ഒക്കെ പിന്നിൽ വരുന്നത്. അതുകൊണ്ട് കണ്ണും മൂക്കും കീഴ്പോട്ടുള്ള കാലത്തോളം എന്ത് വേണം? അവരവരുടെ സംസ്കാരത്തെ വിട്ട് കളിക്കരുത്. സമ്പത്ത് വരും പോവും. സമ്പത്ത് നശ്വരാണ്, ജ്ഞാനമോ അനശ്വരവും. അപ്പോൾ സമ്പത്തിനേക്കാൾ ഉപരി ജ്ഞാനത്തിന്, അറിവിന് വില കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇനി നമുക്ക് 13-ാമത്തെ ശ്ലോകം നോക്കാം. നാടെല്ലാം എന്നും എൻ്റേതെന്നും ഉദ്ഘോഷിച്ചോരെയൊക്കെയും കാലം കൊന്നു വെറും പേരിൽ മാത്രം നിർത്തിക്കളിക്കയാം. ഒരു 1.5 കിലോ വെയിറ്റ് ഉണ്ട് ഓരോ അക്ഷരങ്ങൾ. അപ്പോൾ 4 ശ്ലോകത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട്? അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? നാടെല്ലാം എന്നും എൻ്റേതെന്ന് ഉദ്ഘോഷിച്ചോരെ ഒക്കെയും കാലം കൊന്നു വെറും പേരിൽ മാത്രം നിർത്തിക്കളിക്കയാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3, 2, 5 ശ്ലോകം എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. എന്തിനാ എൻസർക്കിൾ ചെയ്യാണ്? അൾട്ടിമേറ്റ് മീനിങ് ആണ് അതിൻ്റെ. ആ അർത്ഥത്തിൽ നമ്മൾക്ക് നിലനിൽക്കാൻ സാധിക്കണം. അപ്പോൾ അതിലത്തെ ഓരോ ശ്ലോകങ്ങൾ പറയാം. 14-ാമത്തെ ശ്ലോകം. പേർ കൊണ്ട മനുജന്മാർ തൻ ചരിതം പലത് ഈ വിധം ഉര ചെയ്തു വിജ്ഞാന വൈരാഗ്യമുളവാക്കുവാൻ. ഇങ്ങനെയൊക്കെ ഭൂമിദേവി എന്തിനാ പറയണത്? അല്ലെങ്കിൽ ഭൂമിദേവി എന്തിനാ പരിഹസിച്ചത് രാജാക്കന്മാരെയും ഏകഛത്രാധിപതികളെയൊക്കെ? അപ്പോൾ ശുകബ്രഹ്മ മഹർഷി പരീക്ഷത്തിനോട് പറയണം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് ശുകബ്രഹ്മ മഹർഷി എന്നുള്ള പേര് വന്നില്ല. ഇപ്പം എനിക്കറിയില്ല എങ്ങനെ വന്നതെന്നുള്ളത്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നുള്ള താല്പര്യമുണ്ട്. പക്ഷെ ചിലപ്പോൾ എന്താവും, മനസ്സ് അബ്സെൻ്റ് ആവും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം എന്ന് എനിക്ക് പറയാൻ വയ്യ. ചില പേരുകൾ വരില്ല. ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു, എപ്പിസോഡ് കഴിഞ്ഞതിൻ്റെ മുമ്പേ ഓർമ്മ വന്നാൽ പറയാമെന്നും പറഞ്ഞു. അപ്പോൾ ശുകബ്രഹ്മ മഹർഷി പറയണു, പേർ കൊണ്ട മനുജന്മാർ തൻ ചരിതം പലത് ഈ വിധം മുര ചെയ്തത് വിജ്ഞാന വൈരാഗ്യമുളവാകുവാൻ. അപ്പോൾ നമുക്ക് ഭക്തിയുണ്ട്, എല്ലാവർക്കും ഭക്തിയുണ്ട്. പക്ഷേ എന്തില്ല? വിജ്ഞാനം, വിശേഷപ്പെട്ട ജ്ഞാനം. ഏതിനെ സ്വീകരിക്കണം, ഏതിനെ തള്ളണം എന്നുള്ള അറിവ് വേണം. അത് അത്യാവശ്യമാണ്. മാത്രമല്ല പിന്നെ ഒരു വാക്ക് പറഞ്ഞു, വൈരാഗ്യം. ഈ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗം എന്നാണ്. രാഗമില്ലാത്ത അവസ്ഥ എന്നാണ് അതിനർത്ഥം പറയാം.
എന്താ അനുരാഗം ഈശ്വരനോടായിരിക്കാം, വേണം. അനുരാഗം ഈശ്വരനോട് വേണം, ഈശ്വരീയതയോടും വേണം. ഈശ്വരനോടില്ലെങ്കിലും ഈശ്വരീയതയോടുണ്ടായാൽ മതി. എന്താ അങ്ങനെ പറയാൻ കാരണം ഈശ്വരൻ എന്നുള്ളതൊരു കൺസെപ്റ്റാണ്. നേരെ മറിച്ച് ഈശ്വരീയത എന്നുള്ളതോ അത് എവർ ലിവിങ് ആണ്. എല്ലാ കാലത്തും അതിന് സ്റ്റാൻഡുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഉര ചെയ്തത് വിജ്ഞാന വൈരാഗ്യം ഉളവാകുവാൻ, സർവം ക്ഷണികമാണെന്ന തോന്നൽ ഉള്ളിൽ ഉദിക്കുവാൻ. രണ്ടാമത്തെ എൻസർക്കിൾഡ് ശ്ലോകമാണത്. സർവം ക്ഷണികമാണെന്ന തോന്നൽ ഉള്ളിൽ ഉദിക്കുവാൻ. ഉള്ളിൽ എന്താ ഉദിക്കേണ്ടത്? ഇത് എൻ്റേത് എന്നല്ല, ഇതെല്ലാം ക്ഷണികമാണ്. ജലത്തിലെ നീർപ്പോള പോലെ, ജലത്തിലെ ബുദ്ബുദം പോലെ, കുമിള പോലെ. അതുകൊണ്ടാണ് പറഞ്ഞത് സർവം ക്ഷണികമാണെന്ന തോന്നൽ ഉള്ളിൽ ഉദിക്കുവാൻ, ഭഗവത് ശരണാംബോജ ഭക്തിഭാവം വളർത്തുവാൻ. നമുക്ക് ലോൺ തരുന്ന ആളോടല്ല നമുക്ക് ഭക്തി വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് 5, 10, 1000 സ്പെൻഡ് ചെയ്യാൻ തരുന്നവരോടല്ല നമ്മൾക്ക് താല്പര്യം വേണ്ടത്, ഈശ്വരനോട്. കാരണം എന്താ, മനുഷ്യന്മാരാരാണെങ്കിലും ഏത് പദവിയിലുള്ളവരാണെങ്കിലും ശരി, അവരൊക്കെ നശ്വരായിട്ട് പോകും. അനശ്വരമായിട്ടുള്ളത് ഈശ്വരൻ മാത്രം. ആ ഈശ്വരൻ സർവജീവ ഗുഹാശയനായിട്ട് പരബ്രഹ്മമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ അതിനെ ബഹുമാനിക്കാതെ കണ്ട് വേറെ ഒരു കാര്യം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പറഞ്ഞത് സർവം ക്ഷണികമാണെന്ന തോന്നലുള്ളിൽ ഉദിക്കുവാൻ, ഭഗവത് ശരണാംഭോജ ഭക്തിഭാവം വളർത്തുവാൻ. അല്ലാതെ ഓരോ വെറും ലോകചരിത്രങ്ങൾ പഠിക്കുവാൻ അല്ല, ലോകചരിത്രങ്ങൾ പഠിക്കാനല്ല. അതാത് കാലത്ത് ഈശ്വരൻ ഏതെല്ലാം രൂപമെടുത്ത് തൻ്റെ സജ്ജനങ്ങളെ എങ്ങനെ സമാധാനിപ്പിച്ചിട്ടുണ്ട്, ദുഷ്ടജനങ്ങളെ എങ്ങനെ നേരായ മാർഗത്തിലേക്ക് നയിച്ചിട്ടുണ്ട്, ഇത് കാണിക്കാനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാതെ ഓരോ വെറും ലോകചരിത്രങ്ങൾ പഠിക്കുവാൻ അല്ലെന്ന് ഓർക്കേണം. ഉൾക്കാമ്പിൽ മനസ്സിൽ ഓർക്കണം. ഈശ്വരപാദാരവിന്ദങ്ങളെ ആരാധിച്ചോളൂ. ഏത് കാലത്തും അതിന് വിലയുണ്ട്. അതിനുള്ള വില വേറെ ഒന്നിനുമില്ല. അതുതന്നെയാണ് നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞതും. അപ്പോൾ മഹാഭാഗവതോത്തമ, അത് പരീക്ഷത്തിനോട് ശുഖബ്രഹ്മർഷി പറയാണ്, നീ ആരാ? നീ മഹാഭാഗവതോത്തമനാണ്. കാരണം 7 ദിവസം കൊണ്ട് ഈ ലോകചരിത്രങ്ങളുടെ കാരണഭൂതനായിരിക്കുന്ന ഈശ്വരൻ്റെ ജനനം മുതൽക്ക് സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ താൻ പഠിച്ചു, അല്ലെങ്കിൽ തനിക്ക് ധ്യാനിക്കാറായി. ആദ്യം എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഈ 7 ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്? ഇപ്പം തൻ്റെ അവസ്ഥ എന്താ? എല്ലാം നേടിയ പോലെയാണ്, ഒന്നും നഷ്ടം വന്നിട്ടില്ല, എല്ലാം നേടി. ഇപ്പം മരണത്തിന് ഭയമില്ലാത്തൊരവസ്ഥ വന്നു. ഇതായിരിക്കണം സപ്താഹങ്ങളുടെ അന്തസത്ത. സപ്താഹത്തിന് ഇരിക്കുമ്പോൾ പലതരത്തിലുള്ള വ്യാധികളുണ്ടാവും, പക്ഷെ സപ്താഹം കഴിഞ്ഞാൽ വാട്ട് മേ കം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. കാരണം ഞാൻ അനശ്വരനായിരിക്കുന്ന ബ്രഹ്മം എൻ്റെ ഉള്ളിലുള്ളിടത്തോളം കാലം പുനരഭി ജനനത്തിന് ആവശ്യമുള്ള ആഗ്രഹാഭിലാഷങ്ങളെ ഞാൻ മനസ്സിൽ കരുതില്ല. എനിക്ക് വൈരാഗ്യം വന്നിട്ടുണ്ട്. എനിക്ക് ഈശ്വരനല്ലാണ്ട് വേറെ ഈ ഭൂമിയിൽ ഒരു വസ്തുവിനോടും എനിക്ക് താല്പര്യമില്ല എന്ന് ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടുകൾക്ക് ബൗണ്ടറി ആവശ്യമില്ല, എൻ്റേതെന്നുള്ള താല്പര്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നു, വിഷയാസക്തിയൊട്ടാകെ അകന്ന് ഉൾപ്പൂവിൽ ഈശ്വരൻ കരുണാമൂർത്തി വിളയാടേണം എന്നാഗ്രഹിക്കുകിൽ. ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതെന്താ? വിഷയാസക്തി, വിഷയങ്ങളോട് ആസക്തി ഉണ്ടാവരുത്. എന്താ ആസക്തി എന്ന് പറഞ്ഞാൽ? ആരാൻ്റേത് എൻ്റെ ആവണമെന്ന് വിചാരിക്കരുത്. എൻ്റെയിലുള്ളതും ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ വെൽബീയിങ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. കാരണം ഇതൊക്കെ നമ്മൾ വിട്ടുപോകണം. എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ വിട്ടുപോകണം.
അപ്പോൾ എല്ലാവർക്കും ജീവിതം ആസ്വദിക്കാൻ, അടിച്ചു പൊളിക്കാനല്ല, ഈ ആസ്വാദനം അടിച്ചു പൊളിക്കലല്ല, കൺസ്ട്രക്റ്റീവ് മൈൻഡ് എന്ന് പറയും. എല്ലാവർക്കും ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു ആശാകേന്ദ്രമായിട്ട് നമ്മുടെ ഭവനങ്ങൾ മാറണം. അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് പറഞ്ഞത്, വിഷയാസക്തിയൊട്ടാകെ അകന്ന് ഉൾപ്പൂവിൽ ഈശ്വരൻ കരുണാമൂർത്തി വിളയാടേണം എന്നാഗ്രഹിക്കുകിൽ ഇത്രയും കേട്ടുടൻ ഭക്തോത്തമനാം ഉത്തരാസുതൻ. ഉത്തരയുടെ മകനാണ് ആരെ? പരീക്ഷിത്ത്. ആ ഉത്തരാസുതൻ ചോദിച്ചാൻ കലിമാലിന്യമാകെ മാറ്റേണ്ടതാം വഴി. ഈ ചോദ്യം നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്താലാണ് കലി ബാധിക്കാതെ കണ്ടിരിക്കുക? അതിനാണ് കലിസന്ധരണ ഉപനിഷത്ത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജപിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പറഞ്ഞു, ചോദിച്ചാൻ കലിമാലിന്യമാകെ മാറ്റേണ്ടതാം വഴി യുഗധർമ്മങ്ങളും കൽപ്പപ്രളയാതിക്രമങ്ങളും കാലാത്മാവാം ഈശ്വരൻ്റെ ലീലയായി ഏതും ഓർപ്പവൻ. എന്തൊക്കെയോ ആലോചിക്കാനും എന്തൊക്കെയോ ഓർക്കാനുണ്ട്. അതെന്താ? ഈശ്വരനെ പറ്റിയിട്ടുള്ള എന്ത് വേണമെങ്കിലും ആലോചിക്കാം. ഈശ്വരനെ പറ്റിയിട്ടുള്ളതെല്ലാം ശ്രുതിമധുരത്തോടു കൂടിയിട്ട് ആലാപനം ചെയ്യാം, നർത്തനം ചെയ്യാം. അതാണ് യുഗധർമ്മങ്ങളും. ത്രേതായുഗം, കൃതയുഗം, കൃതയുഗമാണ് ആദ്യം വരിക, പിന്നെ ത്രേതായുഗം, അത് കഴിഞ്ഞിട്ട് ദ്വാപരയുഗം, പിന്നെ കലിയുഗം. ഇതിലൊക്കെ ഉണ്ടാവുന്ന ധർമ്മങ്ങൾ എന്താ? കൽപ്പം എന്ന് പറഞ്ഞാൽ എന്താ? പ്രളയം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ക്രമങ്ങൾ. കൽപ്പപ്രളയാതിക്രമങ്ങളും കാലാത്മാവാം. കാലത്തിനൊരാത്മാവുണ്ട്. കാലം എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ് കൂടിയിട്ട് മിനിറ്റായി, മിനിറ്റുകൾ കൂടിയിട്ട് മണിക്കൂറുകളായി, മണിക്കൂറുകൾ കൂടിയിട്ട് ദിനരാത്രങ്ങളായി, ദിനരാത്രങ്ങൾ കൂടിയിട്ട് ആഴ്ചയുണ്ടായി, ആഴ്ചകൾ കൂടുമ്പോൾ എന്താണെന്നാ പറയുക, ബൈവീക്കിലി 2 ആഴ്ച കൂടുമ്പോൾ അല്ലേ? അത് കഴിഞ്ഞാൽ മാസങ്ങളായി, അതിന് ഋതുക്കളാവണു, അങ്ങനെ ഒരു വർഷമാവണം. ആ കാലചക്രത്തിൻ്റെ തിരിച്ചലിന് ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? അതാണ് കണ്ണും മൂക്കും കയ്യും ഇല്ലാത്ത ഒരു ചൈതന്യം. ആ ചൈതന്യമാണ് ബ്രഹ്മം. അതന്നെയാണ് കൃഷ്ണൻ, അതന്നെയാണ് ശ്രീരാമൻ, അതന്നെയാണ് പരമശിവൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, യുഗധർമ്മങ്ങളും കൽപ്പപ്രളയാതിക്രമങ്ങളും കാലാത്മാവാം ഈശ്വരൻ്റെ ലീലയായി ഏതും ഓർപ്പവൻ ഭക്തോത്തമൻ്റെ മൊഴി. അവസാനത്തെ ശ്ലോകം 21. ഭക്തോത്തമൻ്റെ മൊഴി, പരീക്ഷത്തിൻ്റെ വാക്കുകൾ കേൾക്കണം. ആരെ? വ്യാസരുടെ മകനായിട്ടുള്ള ശുകബ്രഹ്മ മഹർഷി. കേട്ട് അലിവാർന്ന് ഈ വണ്ണം ചൊല്ലിയിടിനാൻ കൃതയുഗാദിവിശേഷധർമ്മം. കൃതയുഗ വിശേഷധർമ്മങ്ങളെ പറ്റിയിട്ട് ഭഗവാൻ പറഞ്ഞു. വ്യാസാത്മജൻ കരുണയുള്ളിൽ വഴിഞ്ഞ് കൃഷ്ണഗീതങ്ങൾ പാടി വിലസും മഹിതാനുഭാവൻ. അപ്പോൾ ഈ ശുകബ്രഹ്മമഹർഷി എവിടൊക്കെ പോകണു? എന്തേ പാടാനുള്ളൂ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് മാത്രമേ പാടാനുള്ളൂ. അത് എങ്ങനെയൊക്കെ വേണോ അങ്ങനെയൊക്കെ പാടാം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ സപ്തതിതമഃ സർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെയാണ് ഈ 77ാമത്തെ സർഗം അവസാനിച്ചത്. നമ്മൾക്ക് അധികം സമയം കളയണ്ട, ഉടനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? 78ാം സർഗം യുഗധർമ്മങ്ങളും നാമകീർത്തന മഹിമയും. നാമകീർത്തനത്തിൻ്റെ മഹിമ ഇതറിയാത്തത് കൊണ്ടാവാം ചിലവർ നാമസങ്കീർത്തനങ്ങൾ ചെയ്യാത്തത്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? അതിനൊരു ത്വരിത. നാമസങ്കീർത്തനങ്ങൾ ആലപിക്കാൻ ഒരാഗ്രഹം ഉണ്ടായാൽ മതി. ആ ആഗ്രഹം വന്നാൽ മോക്ഷപ്രാപ്തിയായി. കാരണം എന്താ? മോക്ഷപ്രാപ്തിക്കുള്ള വഴിയാണത്. അതുകൊണ്ടാണ് പറഞ്ഞത്,
കൃതത്തിൽ ഏവരും തന്നെ കൊണ്ടാടിടുക കാരണം സത്യം ദാനം ദയാ തപസ് ഈ വിധം 4 കാലോടും. ധർമ്മത്തിന് 4 കാലുള്ളത് കൃതയുഗത്തിൽ മാത്രമേ ഉള്ളൂ. അതെന്തൊക്കെയാ? സത്യം ദാനം ദയാ തപസ്. സത്യം ദാനം ദയാ തപസ് ഈ വിധം 4 കാലോടും. ധർമ്മം പൂർണ്ണപ്രഭാവത്തിൽ വിളങ്ങിയിടും ജഗത്ത്. ഇതിൽ ഈ ജഗത്തിൽ കൃതയുഗത്തിൽ ധർമ്മം ശരിക്കും വിളയാടും. 4 കാലുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു സത്യം സത്യം ദാനം ദയാ തപസ് ഈ വിധം 4 കാലോടും. ധർമ്മം പൂർണ്ണപ്രഭാവത്തിൽ ഇറ്റ്സ് ഓൺ വേ അങ്ങനെ പറയാം, അതിൻ്റേതായ വഴിക്ക്. ധർമ്മം പൂർണ്ണപ്രഭാവത്തിൽ വിളങ്ങിയിടും ജഗത്ത്. ഇതിൽ സത്യം ക്ഷമ സദാചാരം ദയാ ഭക്തിയാദി സാധന. ഭക്തിയുടെ സാധന ഒരു ഡിസ്കഷൻ വരികയാണെങ്കിൽ ആ ഭക്തിക്ക് ഉപോത്ഫലകമായിട്ട് അവശ്യം നമ്മൾ ചെയ്യേണ്ടത് സത്യം വധ, സത്യം ചര. അപ്പം എന്താവും? സത്യം നമ്മളെ രക്ഷിക്കുന്നതായി. ആ സത്യത്തോടു കൂടിയിട്ട് ദാനം ചെയ്യണം. എന്താ ദാനം? ഏറ്റവും വലുത് ഇഷ്ടദാനം ജ്ഞാനദാനമായിരിക്കണം. എന്നെന്താ? ആരും ആരുടെയും അടിമകളാവാതെ കണ്ട് സ്വതസിദ്ധമായ രീതിയിൽ സ്വന്തം കാലിൽ അവർ നിൽക്കും. അപ്പോൾ സത്യം ദാനം ദയാ തപസ് ഈ വിധം 4 കാലോടും. ധർമ്മം പൂർണ്ണപ്രഭാവത്തിൽ വിളങ്ങിയിടും ജഗത്ത്. ഇതിൽ സത്യം ക്ഷമ സദാചാരം ദയാ ഭക്ഷ്യാദി സാധന. ഭക്തിയാദി ഭക്ഷണമല്ല, ഭക്തിയാദി സാധന. ജാതിയും നാമവും മറ്റും നോക്കാതെ എങ്ങെങ്ങും ആരിലും. ജാതി നോക്കരുത് അവിടെ. കാരണം എന്താ? മനുഷ്യജാതി ഒന്ന്, അതാണ്. അപ്പോൾ സെഗ്മെൻറ്റ് വൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സെക്ടർ വൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ധർമ്മം പൂർണ്ണപ്രഭാവത്തിൽ വിളങ്ങിയിടും ജഗത്ത്. ഇതിൽ ഈ മണ്ണിൽ മാത്രമാണ് എന്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതാണ് എന്താ ഒന്നുകൂടി പറയണ്ടേ? ജാതിയും നാമവും മറ്റും നോക്കാതെങ്ങും ആരിലും ഭഗവത് ദർശനം. ഭഗവത് ദർശനം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയാൽ മാത്രമേ ഉള്ളൂ, അങ്ങനെയല്ല. ഓരോ ജീവജാലങ്ങളിലും ഈശ്വരനുണ്ട്. അപ്പോൾ ഓരോ ജീവജാലങ്ങളുടെ ശരീരവും ക്ഷേത്രമാണ്. ആ ക്ഷേത്രം, അതിൽ ആത്മാവിനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയും. എല്ലാറ്റിലും ഉണ്ട്. അപ്പോൾ ഭഗവത് ദർശനം ഓരോരുത്തരെയും കാണുമ്പോൾ മനസ്സുകൊണ്ട് നമസ്കരിച്ച് നോക്കൂ. മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ മാറും അവിടെയാണ്. അപ്പോൾ ഭഗവത് ദർശനം സ്നേഹം വിനയം ബഹുമാനവും ബ്രഹ്മചര്യാദിയും. എങ്ങനെയാണ് ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്യുക? ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ നൈഷ്ഠിക ബ്രഹ്മചാരി അങ്ങനെയും പറയും. ഒരു തരത്തിലും സ്ത്രീ വിഷയങ്ങളില്ലാണ്ട് ഒരു സ്ഥലത്തും ഇന്ന ആഹാരം വേണം എന്ന് ശഠിക്കാതെ കണ്ട് എല്ലാവർക്കും ആക്സെപ്റ്റബിളായിട്ടുള്ള ഒരു നോംസ് ജീവിതചര്യയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ധർമ്മം പൂർണ്ണപ്രഭാവത്തിൽ വിളങ്ങിയിടും ജഗത്ത്. ഇതിൽ സത്യം ക്ഷമ സദാചാരം ദയ ഭക്തിയാദി സാധന. ഭക്തി വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യത്തെ മുറുകെ പിടിക്കണം, ക്ഷമ പരീക്ഷിച്ച് ഉറപ്പിക്കണം. അത് കഴിഞ്ഞിട്ടോ വിനയ സദാചാരം ദയാ ഭക്തിയാദി സാധന. 3-ാമത്തെ ശ്ലോകം പറഞ്ഞു, ജഗത്തിൽ ജാതിയും നാമവും മറ്റും നോക്കാതെ എങ്ങും ആരിലും ഭഗവത് ദർശനം സ്നേഹം വിനയം ബഹുമാനവും. ഓരോ ജീവജാലങ്ങളിലും നമ്മൾക്ക് ബഹുമാനം ഉണ്ടാവണമെങ്കിൽ ആ ജീവജാലത്തിൻ്റെ ഉള്ളിലുള്ള ജീവൻ്റെ പ്രമാണം അതിനെയാണ് നമ്മൾ മാനിക്കേണ്ടത്. പ്രശ്നമില്ലേ? അതുകൊണ്ട് ഭഗവത് ദർശനം സ്നേഹം വിനയം ബഹുമാനവും ബ്രഹ്മചര്യാദിയും കാണാൻ അക്കാലം മിക്ക പേരിലും, ആ കാലത്തെ എല്ലാവരുടെ പേരിലും എന്തുണ്ടെന്നാ പറഞ്ഞത്? ത്രേതായുഗത്തിൽ 4 കാൽ ഭാഗം ഭക്തി വന്നിടും.
ത്രേതായുഗത്തിൽ കൃതയുഗം കഴിഞ്ഞ ത്രേതായുഗത്തിൽ 4 കാൽഭാഗം മങ്ങി വന്നിടും. പിന്നെയോ അധർമാംശങ്ങൾ അവയോട് അസത്യാദികൾ നേടിയും. അപ്പോൾ അധർമാംശങ്ങൾ അവ അധർമ്മത്തിൻ്റെ അംശങ്ങളാണ് എവിടെ നോക്കിയാലും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അസത്യാദികൾ നേരിടും. ബ്രഹ്മപ്രധാനരാം കാമക്രോധാദികൾ കുറഞ്ഞിടും. വളരെ പ്ലെയിനായിട്ട് ഒരു സംസാരം ഉണ്ടായി ഇവിടെ. എന്താ അത്? അധർമാംശങ്ങൾ അവയോട് അത്യാദികൾ നേരിടും. ബ്രഹ്മപ്രധാനരാം കാമക്രോധാദികൾ കുറഞ്ഞിടും. അതായത് ബ്രഹ്മപ്രധാനരാം കാമക്രോധാദികൾ കുറഞ്ഞിടും. സാത്വിക ഗുണം കൂട്ടിയാൽ മതി, അപ്പോൾ ഇതൊക്കെ ശരിയാവും. പിന്നെ പറഞ്ഞു വൈദികാചാരവും. വൈദികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പുണ്യതപോ നിഷ്ഠയും ഏറിടും. അതാണ് കാലാകാലത്ത് അതിൻ്റെ ഗുണഗണങ്ങൾ നമ്മൾ അനുഭവിക്കും. ദ്വാപരത്തിൽ തപസ്സത്തെ ദയാദാനങ്ങൾ പാതിയാം. പകുതിയാവും. കാരണം കൃതയുഗത്തിൽ 4 കാലമാണെങ്കിൽ ത്രേതായുഗത്തിൽ 3 കാലമേ ഉള്ളൂ. ദ്വാപരയുഗം വരുമ്പോഴോ 2 കാലാവും. അപ്പോൾ ദ്വാപരത്തിൽ തപസ് സത്യം ദയാദാനങ്ങൾ പാതിയാം. അതിന് കാരണം എന്താ? അല്ലെങ്കിൽ അതെങ്ങനെ കണ്ടാൽ മനസ്സിലാക്കുക? അതൃപ്തി, ഹിംസ, കളവും വേഷവും കൂടി നിൽക്കയാൽ ക്ഷത്രദ്വിജ പ്രധാനന്മാരായി ആഢ്യന്മാരാം കുടുംബികൾ. ഇപ്പോൾ ഭഗവാനെ ഭജിക്കുമ്പോൾ ഇതൊരു ഭഗവാനോടുള്ള ഭജനയാണ് ഇപ്പോൾ അത്. അപ്പോൾ കയ്യിൽ പെണ്ണ് വേണം. ആയുധം ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല അല്ലേ? അപ്പോൾ പെണ്ണുണ്ട്, പേപ്പറുണ്ട്, ടെസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അതൃപ്തി, ഹിംസ, കളവും ദേശവും കൂടി നിൽക്കയാൽ ക്ഷത്രദ്വിജ പ്രധാനന്മാരാഢ്യന്മാരാം കുടുംബികൾ. ഏതേത് ഫീൽഡിലും ആരുണ്ട്? കുടുംബികളുണ്ട്. ആ കുടുംബികളൊക്കെ അതാത് സമയത്ത് എന്താന്നാ പറയുക, സ്വന്തം നിയമാവലി, അതായത് വേദത്തിൽ പറഞ്ഞ രീതിയിൽ ഓരോരുത്തരും എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ദേവന്മാർ എങ്ങനെയൊക്കെ നമുക്ക് മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്, അതൊക്കെ നമ്മളൊക്കെ സ്വീകരിക്കാൻ സാധിക്കണം. ദ്വാപരത്തിൽ ദിവസ ദയാദാനങ്ങൾ പാതിയാം. അതൃപ്തി, ഹിംസ, കളവും വേദവും കൂടി നിൽക്കയാൽ ക്ഷേത്രദ്വിജ പ്രധാനന്മാർ കുടുംബികൾ ആഢ്യന്മാരാം. എല്ലാവരും ഒന്നിനോടൊന്ന് മികച്ച ആൾക്കാരാണ്. എന്തിനും അവർക്ക് എന്തുണ്ട്? എല്ലാം ചെയ്യാനുള്ള ആഭിജാത്യവും നന്മയും ഒക്കെ ഉണ്ട് അവർക്ക്. എന്നിട്ട് പറയണു പേര് കേട്ടിട്ടുള്ള ആൾക്കാരെ യജ്ഞവും മറ്റും ചെയ്യും സ്വാധ്യായശീലരാം. അതായത് ആരാണ് ഒരാൾ ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ ആൾ മിടുമിടുക്കനായിരിക്കണം, എല്ലാ കാര്യത്തിലും താല്പര്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് അതിർത്തി, ഹിംസ, കളവും ദേഷ്യവും കൂടി നിൽക്കയാൽ ക്ഷേത്രദ്വിജ പ്രധാനന്മാരാഢ്യന്മാരാം കുടുംബികൾ. പേർ കേട്ടോർ യജ്ഞവും മറ്റും ചെയ്യും സ്വാധ്യായശീലരാം. അങ്ങനെയാണ്. എല്ലാ സ്ഥലത്തും കൃഷിയുണ്ട്. ആ കൃഷി ശരിയായി പ്രോസസ്സ് ചെയ്യാൻ കളങ്ങളുണ്ടാവും. അതേപോലെ ഇവിടെ എന്താണ്? പിന്നെ ക്ഷത്രദ്വിജ പ്രധാനന്മാരാഢ്യന്മാരാം കുടുംബികൾ. പേർ കേട്ടോർ യജ്ഞവും മറ്റും ചെയ്യും സ്വാധ്യായശീലരാം. അപ്പോൾ സ്വാധ്യായം ചെയ്യാതെ കണ്ട് നമ്മൾക്ക് ഒരു പ്രതലത്തിലും കേമനാവാൻ പറ്റില്ല, ഒരു പ്രതലത്തിലും. അപ്പോൾ നമ്മൾ പിന്നെ ടെസ്റ്റ് വാങ്ങി കൊടുക്കണു, നോട്ട് ബുക്ക് വാങ്ങി കൊടുക്കണു, എന്തേ പറയണ്ടു? ഹരഹര മഹാദേവ. അപ്പോൾ അതിവിടെ അങ്ങനെ അവസാനിപ്പിക്കുന്നത് എഴുതിയിട്ടുണ്ട്. അധർമ്മമേറും കലിയിൽ ധർമ്മം കാൽഭാഗവുമായി വരും. അത്രയല്ല
അത്രയല്ലോടുവാകുമ്പോൾ അതും തീരെ നശിച്ചിടും. അസൂയ, പകയും പോരും, വൈരവും, വിഷയാശയും. അപ്പം എല്ലാം തന്നിൽ നിക്ഷിപ്തമാണ്. അതിനൊക്കെ വേർതിരിച്ചറിയാൻ സാധിക്കണം. അത്രയല്ലോടുവാക്കുമ്പോൾ അതും തീരെ നശിച്ചിടും. അസൂയ, പകുതിയും പോരും, വൈരവും, വിഷയാശയും. ജനങ്ങളിൽ വളർന്ന് എങ്ങെങ്ങും ശൂദ്രദശാപ്രധാനരാം ഓരോ മർത്യനിലും സത്വം മുമ്പാകെ. 3 ഗുണങ്ങളും എല്ലാവരിലും ഈ 3 ഗുണങ്ങളുണ്ട്. ഏത്? അധമം, മധ്യമം, ഉത്തമം. അതാണ് അത് വിട്ടിട്ടുള്ള യാതൊരു കളിയും പറ്റില്ല. അത്രയല്ലോ ഒടുവാക്കുകളതും തീരെ നശിച്ചിടും. അസൂയ, മകൻ, പകയും പോരും, വൈരവും, വിഷയാശയം. ജനങ്ങളിൽ വളർന്നെങ്ങും ശൂദ്രദശപ്രധാനരാം ഓരോ മർത്യനിലും സത്വം മുമ്പാകെ. 3 ഗുണങ്ങളും. അപ്പോൾ ഓരോ തിരക്കിൽ നിന്ന് നമ്മുടെ വീട്ടിലെത്തിയാൽ എങ്ങനെയാണ് നമുക്ക് ശാന്തി ഉണ്ടാവുക? അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ ജനങ്ങളിൽ. അപ്പോൾ ഈ അസൂയ, പക, പോരെ, വൈരം, വിഷയാസക്തി കഴിഞ്ഞാൽ പിന്നെ ഭഗവത് തിരുവാദപത്മങ്ങളിൽ അലറി വിളിച്ച് എൻ്റെ കടമയും കടപ്പാടും ചെയ്യാൻ എനിക്ക് സാധിക്കണേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായാൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജനങ്ങളിൽ വളർന്നെങ്ങും ശൂദ്രദാസ പ്രധാനരാം ഓരോ മർത്യനിലും സത്വം മുമ്പാം 3 ഗുണങ്ങളെങ്ങും. അതായത് ഈ തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം എന്നുള്ളത് എല്ലാവരിലും ഉണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇതേപോലെയുള്ള ടെസ്റ്റുകളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏവർക്കും ശ്രീഹരിയുടെ എന്താ പറയുക, നന്മ കൂടിയ അനുഗ്രഹാശിസുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ വിജയഗാഥ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.